സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് എത്തിയോസ് ലിവയുടെ റേഡിയേറ്റർ ഫാൻ ഊരുന്ന വീഡിയോ ആണ്. ഇത് അതിൻ്റെ ഫ്രണ്ടിലെ ഫ്രെയിമാണ്. ഫ്രണ്ടിലെ ഫ്രെയിമും ഇതിനൊരു ഗ്രില്ലും ഉണ്ട്. അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ 10-ൻ്റെ 1 ബോൾട്ട് 2 ബോൾട്ട് 3-4 ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം ഊരിപ്പോരും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫാന് ആണ് കംപ്ലൈൻറ്റ്. നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. പഴയ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, സപ്ലൈ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മോട്ടർ മാത്രമായിട്ട് മാറാൻ കിട്ടും. ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫാനിന് ഏതാണ്ട് 7,000-8,000 രൂപ എങ്ങാണ്ടാണ് കമ്പനിയിൽ അവർ ഈടാക്കുന്ന പൈസ. അപ്പോൾ നമ്മളിതിൻ്റെ മോട്ടർ മാത്രമായിട്ട് നമുക്ക് അതർ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഫാൻ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടർ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ റേഡിയേറ്റർ ഫാൻ. അതായത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഈ സ്ക്രൂവിനകത്തോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തതിന് ശേഷം ഫാൻ ഇടും. T20യുടെ ഫ്ലവർ വെച്ചാണ് ഇത് മുറുക്കുന്നത്. ഇത് കണ്ടോ, ടൈറ്റ് ചെയ്യാം. അല്ലേ, ഉള്ളൂ. കഴിഞ്ഞതിന് ശേഷം ഈ ഫാൻ ഇങ്ങനെ കയറ്റിയിടാം. ഇതുണ്ട്, ഇങ്ങനെ ലോക്ക് ഒരു സംഭവമാണ് അതിനകത്ത്. കറക്റ്റ് വെട്ടിനകത്ത് ലോക്ക് ചെയ്തിടാം. ഇങ്ങനെ ഒരു ചതുര ഷേപ്പുള്ള ലോക്കാണ് ചെയ്യുന്നത്. ഇതുണ്ട്, ഇങ്ങനെ ഇട്ടിട്ട് 8-ൻ്റെ നെട്ടാണ് ഇട്ട് ടൈറ്റ് ചെയ്യുക. അതെ, ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്യുന്നത്. ഈ ഫാനെ പതുക്കെ പിടിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓവർ ടൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് അതെ, ഫാനെ പിടിക്കണം. ഫൈനലി നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടിയിൽ കയറ്റാൻ പോവാണ്. അപ്പോൾ ആപ്പാട് നിസ്സാരമുള്ളൂ ഫിറ്റ് ചെയ്യാൻ. ഈ സംഭവത്തിൻ്റെ ഈ വെട്ട് കവ പോലെയുള്ള ലോക്ക് താഴോട്ട് പോകണം. അത് റേഡിയേറ്ററിൻ്റെ ദേ ക്ലിപ്പിൽ ചെന്ന് കിടക്കും സ്ലോട്ട്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ലോക്കാവുന്നത്, ഈ ഒരു ഭാഗത്ത് കണ്ടോ. തീ കയറി നമ്മൾ അഴിക്കാൻ നേരത്ത് ഞെക്കിയിട്ട് ഞെത്തി തള്ളി കഴിഞ്ഞാൽ ഉരുപ്പോരും. ഫൈനലി നമ്മളിതിനകത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. അതെ, അതിങ്ങനെ ഇതുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ തേറ്റിട്ടിട്ട് ഇങ്ങനെ തള്ളിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർകൂളറൊക്കെ റേഡിയേറ്ററൊക്കെ പതുക്കെ ഒന്ന് പൊക്കി ഒന്ന് അനക്കിയൊക്കെ എടുത്താലാണ് ഇതിൻ്റെ ഇടയ്ക്കുന്നത് പോരത്തുള്ളൂ. ഈ പൈപ്പിന് നീളം കൂടുതലായതുകൊണ്ട് ഈസിയായിട്ട് പോരത്തില്ല. ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ റേഡിയേറ്റർ മൊത്തം അഴിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്യാം. ഇതൊരു ടാങ്കുണ്ട് റേഡിയേറ്ററിൻ്റെ. ഇതാണ് വാട്ടർ റിസർവർ ടാങ്ക്. ഓക്കെ, സാധാരണ എല്ലാവരും ഈ